സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നേക്കും. ഇന്നും സംസ്ഥാനത്ത് വില കുതിച്ചുയരുന്നു. ഓരോ ദിവസവും സ്വർണ്ണവിലയിൽ പുതിയ റെക്കോർഡുകളാണ് സൃഷ്ടിക്കുന്നത്. ഈ വിവാഹ സീസണിൽ സ്വർണത്തിന്റെ കുതിപ്പ് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകുന്നു. ഒപ്പം അക്ഷയ തൃതീയയും സ്വർണ്ണവിലയ്ക്ക് അനുകൂലമാകുന്നു. ഇന്ന് പവന് 840 രൂപയാണ് കുതിച്ചത്. അതായത് തുടർച്ചയായ രണ്ടാം ദിവസം കൊണ്ട് 1600 രൂപയാണ് കുതിച്ചത്. ഗ്രാമിന് 200 രൂപയും കുതിച്ചു. ഇന്നലെ വിലക്കയറ്റവും പുതിയ റെക്കോർഡുമാണ് ഉണ്ടായത്. ഇന്നത്തെ സ്വർണ്ണവില ഇങ്ങനെയാണ്. ഇന്ന് 1 ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 8920 രൂപയായി. പവന് 840 രൂപ വർദ്ധിച്ച് 71360 രൂപയായി. ഇന്നത്തെ വിലപ്രകാരം 10 ഗ്രാം സ്വർണം വാങ്ങാൻ 89,200 രൂപയാവും. 24 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 9,731 രൂപയും പവന് 77,848 രൂപയുമാണ്. 18 ക്യാരറ്റിന് 1 ഗ്രാമിന് 7,298 രൂപയും പവന് 58,384 രൂപയുമാണ്. ഇന്ന് രാജ്യാന്തര സ്പോർട്സ് സ്വർണ്ണ വില ഔൺസിന് 3,339.97 ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നും വില കുതിച്ചുയരുന്നു. ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി 3,330 ഡോളർ എന്ന ലെവൽ കടന്നിരിക്കുന്നു. ഡോളർ ഇൻഡെക്സിൽ വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഡോളറിനെതിരെ ഇന്ന് രൂപ തളരാതെ ഉയരുന്നു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് US-ഉം ചൈനയും. എന്നാൽ ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ ഇരു രാജ്യങ്ങളും കടുത്ത ശത്രുതയിലാണ്. ഈ ബന്ധം വഷളാവുന്നത് വ്യാപാര യുദ്ധം ശക്തമാകുന്നതിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഇത് ആഗോള വിപണിയെയും ആടിയുലയ്ക്കുന്നുണ്ട്. എന്നിട്ടും സ്വർണ്ണ വിപണി ശക്തമായി വളരുന്നു. ചൈനയ്ക്ക് മേൽ 245% ഇറക്കുമതി തീരുവയാണ് നിലവിൽ US പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ചൈന തീർച്ചയായും തിരിച്ചടിക്കും. അത് ഓഹരി വിപണിയെ പോലും തകർത്തേക്കാം. ട്രംപ് താരിഫ് പ്രഖ്യാപനങ്ങൾ US-ന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കുന്നു. മാത്രമല്ല പണപ്പെരുപ്പം കുതിച്ചുയരാനുള്ള സാധ്യതയുമാണ് കൂടുതൽ. അതിനാൽ തന്നെ ആളുകൾ സ്വർണ്ണ നിക്ഷേപത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിൽ സാഹചര്യം മനസ്സിലാക്കിയാണ് നിക്ഷേപകർ സ്വർണം ETF പോലുള്ള നിക്ഷേപങ്ങളിൽ നിന്നും വ്യാപകമായി ലാഭം എടുക്കുന്നത്. ഇത് സ്വർണ്ണാഭരണം വാങ്ങുന്നുണ്ടോ, എത്ര രൂപ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട്. ഇന്ന് സ്വർണ്ണവിലയ്ക്കൊപ്പം പണിക്കൂലി 3%, GSTയും ഹോൾമാർക്ക് ചാർജും അതായത് 53.10 രൂപയുമാണ്. എന്നീ ചാർജുകൾ ഈടാക്കിയാൽ മാത്രമേ ഇന്നൊരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 77,230 രൂപ കരുതേണ്ടി വരും. എന്നാൽ 1 ഗ്രാം ആഭരണത്തിന് ഏകദേശം 9,654 രൂപ കൊടുക്കേണ്ടി വരും. ഇവിടെ 5% എന്ന മിനിമം പണിക്കൂലിയിലാണ് കണക്കാക്കുന്നത്. സ്വർണ്ണവിലയേക്കാൾ ആഭരണ വില ഉയരും. ഇത് വിവാഹ പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയുമാകും. സ്വർണ്ണവില കുതിച്ചുയരുന്നതിനാൽ സാധാരണക്കാർക്ക് ആഭരണം വാങ്ങാനുള്ള സാധ്യതയും കുറവായി മാറുന്നു. പ്രയാസം നേരിടുന്നതായും 2025 സ്വർണ്ണ വർഷമായിരിക്കുമെന്നുമുള്ള പ്രവചനം സത്യമാകുന്ന പോലെയാണ് നിലവിലെ അവസ്ഥ. ഇത് വിവാഹ പാർട്ടികൾക്കും വലിയ തിരിച്ചടിയായി മാറുന്നു. ഇനി ഭാവിയിൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്വർണം ETF പോലുള്ള നിക്ഷേപങ്ങളിൽ ലാഭം ഉറപ്പാക്കുക. സ്വർണം എന്നത് ഏറ്റവും മികച്ച ആസ്തിയിൽ ഒന്നാണ്. അതിന്റെ മൂല്യം ഒരിക്കലും നശിക്കില്ല എന്നതാണ് സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്താനുള്ള കാരണങ്ങളിൽ ഒന്ന്.